ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. പുതിയ പദ്ധതി വരുമ്പോൾ ഓരോ വർഷവും 1600 കോടി രൂപ കേരളം കണ്ടെത്തേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. ഇത് സംസ്ഥാനങ്ങളുടെ ധനപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് നേരെയുള്ള ആക്രമണം കൂടിയാണെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. പ്രശ്നം പേര് മാറ്റുന്നത് മാത്രമല്ല, പേര് മാറ്റുന്നതിൽ തൊട്ട് കോടിക്കണക്കിന് മനുഷ്യരുടെ ഉപജീവനത്തിന് നേരെയുള്ള യുദ്ധമാണ് മോദി ഗവൺമെന്റ് ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. ക്രൂരമായ ഒരാക്രമണം സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവർ നടത്തുകയാണ്. ഇപ്പോൾ കേരളത്തിന് ശരാശരി 4000 കോടിയാണ് ഒരു വർഷം കിട്ടുന്നത്. 40% വഹിക്കണം എന്ന് പറയുമ്പോൾ 1600 കോടി രൂപ ഓരോ വർഷവും സംസ്ഥാനത്തിന്റെ ബാധ്യതയായിട്ട് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ഇപ്പൊ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമപ്രകാരം കേന്ദ്രം പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വമുള്ളൊരു പദ്ധതി ഏതാണ്ട് പകുതി ഇപ്പൊ സംസ്ഥാനത്തിന്റെ തലയിൽ വെച്ചു കിട്ടിയിരിക്കുന്നു. ഇത് സംസ്ഥാനങ്ങളുടെ ധനപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് നേരെയുള്ള ആക്രമണം കൂടിയാണ്.